അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി പത്തിരിയാണ്. അതിന് വേണ്ടി 8 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൽ ഇതേപോലെ ചെറുങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് എത്ര ഉള്ളി വേണ്ട അത്ര ഇത് എടുക്കാം. ഞാൻ 8 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തിരി തലശ്ശേരിക്കാരെല്ലാം ഫേമസ് ആണ്, കണ്ണൂർക്കാരെല്ലാം. ഞാൻ ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില എല്ലാം ഒപ്പരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒപ്പരമാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് സോൾട്ട് ഇടണം. സോൾട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കന് ഒരു 1/2 കിലോനും ഇല്ല, അത്രേ എടുത്തിട്ടുള്ളൂ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അതിലേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സോൾട്ട്, ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇത് പൊരിച്ചിട്ടുണ്ടാക്കും, പൊരിക്കാനുണ്ടാക്കും. ഞാനിത് വേവിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട്. ഞാനിത് പൊരിക്കുന്നില്ല, വേവിച്ചിട്ട് എടുക്കുന്നത്. ഇത് വേട്ടെ. ഒരു ഭാഗത്തുനിന്ന് മസാല മൂടി വെച്ചിട്ട് വഴറ്റാം. ചിക്കന് തിളക്കുന്നുണ്ട്. അതിൽ ഞാൻ മല്ലിപ്പൊടി ഇടാൻ വിട്ടുപോയി. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സോൾട്ട് ഇതെല്ലാം തന്നെ ഇടുന്നത്. അപ്പം എല്ലാം കൂടി ഒന്ന് ഇതേപോലെ തിളപ്പിക്കുക. ഇട്ടിട്ട് കുറച്ച് വേവിക്കുക. ഒരു 15 മിനിറ്റോളം വേവിച്ചാൽ മതി. അപ്പോഴത്തേക്ക് വെന്തോളും. ഉള്ളി വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തിരി എല്ലാ നാട്ടുകാർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ചിക്കന് വേവിക്കാൻ വെച്ചത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മസാലയിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ വെറും ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രം മതി. ചിക്കൻ വെന്തിട്ടുണ്ട്. വെന്ത ചിക്കൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ്റെ സ്റ്റോക്ക് വന്നത്, അടിയിൽ വന്ന സ്റ്റോക്ക്, അത് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കുന്നതാണ്. എല്ലാം കൂടി ഒപ്പരം ഇട്ടിട്ട് വഴറ്റുന്നതാണ്. മസാലയിലേക്ക് ആ ചിക്കന് ചെറുങ്ങനെ മുറിച്ചിട്ട് ചിക്കൻ അതിലേക്കിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇറച്ചിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പൊടി, മൈദപ്പൊടി എല്ലാം എടുത്തിട്ടുണ്ട്. അതിൽ സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുഴച്ച് വെക്കുക. ഒരു അരമണിക്കൂർ കുഴച്ചിട്ട് വെക്കുക. ഇതേപോലെ ഉണ്ടയാക്കിയിട്ട് പരത്തിയെടുക്കുക. ഓരോന്നായിട്ട് ഇതേപോലെ ഉണ്ടകളാക്കിയിട്ട് പരത്തിയെടുക്കുക. പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്യണം. ഫില്ലിങ് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതേപോലെ വെക്കുക. മസാല ഇങ്ങനെ ഫില്ലിങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോന്നിലായിട്ട്. അതേപോലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ഗൗരവമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ അതല്ല, ഞാൻ കുറേ ആയിട്ട് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ കൊണ്ടുള്ള ഗൗരവം അത്, അല്ലാതെ ഗൗരവമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫില്ലിങ് ചെയ്തിട്ട് വെക്കാം. അതുകൊണ്ട് ആരും ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട. സംസാരിക്കുമ്പോൾ ഗൗരവമായിട്ട് കാണണ്ട. ഇൻഷാ അല്ലാഹ് പതുക്കെ ശരിയായിക്കോളും. ഇപ്പോൾ ഒരു ടെൻഷനാണ്, അത്രയേ ഉള്ളൂ. ഇതേപോലെ മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെക്കുക.
ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങിക്കുക. ഇല്ലാത്തവർ അറിയാത്തവർ ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങിക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതേപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മാറ്റി വെക്കുക. ഓരോന്നോരോന്നും അതേപോലെ തന്നെ ചെയ്യുക. എങ്ങനെയാണ് ഷേപ്പ് വരാൻ അതിൻ്റെ ഇറച്ചിപ്പത്തിരിൻ്റെ പലമാതിരി ടൈപ്പിൽ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറ്. ഇറച്ചിപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് വേറെ മാതിരിയെല്ലാം ഷേപ്പിലെല്ലാം ആക്കിയിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ഫില്ലിങ്ങെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ചിലവർ വെളിച്ചെണ്ണയിൽ പൊരിക്കും. സൺഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ആയി വരുന്നുണ്ട്. ഇതേപോലെയാണ് പൊരിച്ചെടുക്കേണ്ടത്. കുറച്ച് ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കുക. ഒരു അരിപ്പത്തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എണ്ണയെല്ലാം പോകണമെല്ലാം എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. അരിപ്പത്തട്ടിലേക്ക് പൊരിച്ചത് നല്ല മുരുമുര ഇറച്ചിപ്പത്തിരി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.